മനോഹരമായ ഈ കടപ്പുറത്തിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കുറച്ച് നമുക്ക് എമർജൻസി ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മരുന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അത് നമ്മളെ ബ്രെത്ത് വർക്ക് എന്ന് പറയും. നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ശ്വസന വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മുടെ ശ്വാസമൊക്കെ നമ്മൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥതകളൊക്കെ തോന്നുകയാണെങ്കിൽ അതവിടെ നിർത്തുക. നമ്മൾ ഫലപ്രദമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാംനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഈ നിമിഷം ഞാൻ ഈ കടപ്പുറത്ത് എനിക്ക് കണ്ണടക്കാൻ തോന്നുന്നില്ല. അതിൽ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ശ്വാസത്തിലേക്ക് ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കുക. അത് വളരെ വേഗത്തിലാണോ അല്ലോ മന്ദഗതിയിലാണോ, ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുക നമ്മുടെ ശ്വാസം എങ്ങനെയാണെന്ന്. നോർമലായിട്ടുള്ള ശ്വാസം. ഞാൻ ഇവിടെ നിന്ന് നടന്ന് ചെയ്തതുകൊണ്ട് ഈ പ്രാക്ടിക്കൽ കാണിച്ചു തരാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ഈ വീഡിയോൻ്റെ സൈഡിൽ പിക്ചറായിട്ട് ഇടാം കേട്ടോ. ഒരു കൈ നമ്മൾ ചെസ്റ്റിൽ വെക്കുക, ഒരു കൈ നമ്മൾ വയറ്റത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ മൂക്കിലൂടെ 4 സെക്കൻഡ് ശ്വാസം എടുക്കുക. ആ ശ്വാസം എടുക്കുമ്പോൾ നമ്മളെ വയറ് ഇങ്ങനെ മുന്നോട്ട് ഉയരട്ടെ. പിന്നെ ഒരു 6 സെക്കൻഡ് നമ്മൾ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. അപ്പം നമ്മുടെ വയറ് അകത്തോട്ട് പോകട്ടെ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചെസ്റ്റ് കൂടുതലായിട്ട് നീങ്ങാതെ നോക്കണം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് ഡയഫ്രാഗ്മാറ്റിക് ബെല്ലി ബ്രീത്തിങ് എന്നാണ് പറയുക. ഓക്കെ, ചെസ്റ്റിലേക്കല്ല, നമ്മളെ വയറിൻ്റെ ചലനങ്ങളിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നാണ് പറയുക. ഈ കടൽ പോലെ അത്ര കാമല്ല അതിൻ്റെ പ്രവൃത്തി എന്നാണ്. അത് ഭയങ്കര നമ്മളെപ്പോഴും ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുക. ഇതുണ്ടാക്കുമ്പോൾ അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നെർവസ് സിസ്റ്റം ഷിഫ്റ്റ് അവെയർനെസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അത്ര നമുക്ക് വളരെ ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് നമുക്ക് സിമ്പത്തറ്റിക് നിന്ന് പാരസിമ്പത്തറ്റിക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹൃദയമിടിപ്പ് ഒന്ന് നോട്ടീസ് ചെയ്യുക. കാരണമല്ലോ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടി വരും. അതേ സമയത്ത് അതിൻ്റെ പിന്നിൽ, ഈ മിടിപ്പ് കൂടിയതിൻ്റെ പിന്നിൽ നമ്മളൊരു ചിന്ത ഉണ്ടാവും. എന്നിട്ട് നമ്മളെ ചിന്തയിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പതുക്കെ ശ്വാസം വിടുമ്പം ഒന്ന് പതിയെ അതിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ സുരക്ഷിതനാണ് എന്ന സന്ദേശം നമ്മൾ മസ്തിഷ്കത്തിന് കൊടുക്കുക. ആ ഒരു സന്ദേശം കൊടുക്കുമ്പം തന്നെ നമ്മൾ എന്താവുമെന്നറിയോ, നമ്മുടെ നെർവസ് സിസ്റ്റം ഈ ടെൻഷൻ അടിക്കുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മോഡിൽ നിന്ന് സ്വസ്ഥതയുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അടുത്ത ഒരു ബ്രീത്തിങ് എക്സസൈസ് എന്താ വെച്ചാൽ, നമ്മുടെ നെയ്സൽ ബ്രീത്തിങ് ഫോക്കസ് എന്ന് പറയും. നമ്മളെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ മൂക്കിലൂടെ മാത്രം ശ്വസിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അത് കടപ്പുറത്ത് നിന്നാണല്ലോ ഞാൻ ശ്വസിക്കുന്നത്. ആ തണുത്ത കാറ്റ് നമ്മുടെ മൂക്കിലൂടെ പ്രവേശിക്കുന്നത് നോട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഇളം ചൂടുള്ള ഒരു വായു പുറത്തോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ നെയ്സൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിലേക്ക് ഓക്സിജൻ ഡെലിവറി കൂട്ടുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്താവും, നമ്മളെ കാംനെസ്സിൻ്റെ വാഗസ് നെർവ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതാ മൂക്കിലൂടെ ഇങ്ങോട്ട് ശ്വാസം എടുക്കുന്നു, ആ തണുത്ത കാറ്റിങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന പ്രവേശിക്കുന്നു, അതിൻ്റെ ചൂടുള്ള കാറ്റ് പോകും. ഈ സമയം ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് എന്താവും, നമ്മളെ വാഗസ് നെർവ് ആക്ടിവേറ്റ് ആകുകയും നമ്മൾ സ്വസ്ഥതയുടെ ലെവലിലേക്ക് കയറുകയും ചെയ്യും. ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസാണ്. നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ഒരു നിലത്ത് കിടക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുക. എന്നിട്ടൊരു കൈ നമ്മളെടുത്തിട്ട് വയറ്റിൽ വെക്കുക. എന്നിട്ടൊരു ശ്വാസം എടുക്കുമ്പം നമ്മുടെ വയറ്റിൽ നിന്നൊരു ബലൂൺ ഇങ്ങനെ വീർക്കുന്നതായിട്ട് കാണാം. ശ്വാസം വിടുമ്പം അത് ചുരുങ്ങുന്നതായും ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ആനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് പോവുക. എന്നിട്ട് പതിയെ നമ്മളുടെ കണ്ണൊന്ന് തുറക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ കാമായും ക്ലിയറായും നമ്മുടെ ബോഡി സെൻസേഷൻസൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കറിയാവുന്നതാണ്.